നമസ്കാരം. ഇത് ഒഡീഷയിലെ ഭുവനേശ്വറിനടുത്തുള്ള ചെങ്കല്ലുകൾ നിറഞ്ഞ ഇരട്ട കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്ന ഉദയഗിരി ഖണ്ഡഗിരി ഗുഹകൾ. ഉദയഗിരിയിൽ 18 ഗുഹകളും ഖണ്ഡഗിരിയിൽ നിലവിൽ 7 ഗുഹകളുമാണുള്ളത്. BC 1-2 നൂറ്റാണ്ടിൽ കലിംഗ ഭരിച്ചിരുന്ന ഖരവേല രാജാവിന്റെ കാലത്താണ് ഈ ഗുഹകൾ നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്നു. ജൈന സന്യാസിമാർക്ക് വിശ്രമിക്കാനും ധ്യാനിക്കാനും വേണ്ടി നിർമ്മിച്ച ഗുഹകളാണിത്. ഉദയഗിരിയിലെ 18 ഗുഹകളിൽ 10 ഗുഹകളുടെ വിശേഷങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടുകഴിഞ്ഞു. ഇന്ന് ബാക്കി ഗുഹകളുടെ വിശേഷങ്ങൾ കാണാം. 11ാമത്തെ ഗുഹയാണ് ജംബേശ്വര ഗുഹ. ബഘ ഗുഹ. ഇത് 13ാമത്തെ ഗുഹയായ സർപ്പഗുഹ. 14 ഹാത്തി ഗുഹ. ഖരവേല രാജാവിന്റെ ഭരണകാലത്തെയും മഹത്വങ്ങളെയും കുറിച്ചുള്ള ലിഖിതങ്ങൾ ഉൾക്കൊള്ളുന്ന ഗുഹയാണിത്. കുറച്ചുനാൾ മുമ്പ് വരെ ഗുഹയ്ക്കകത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അവിടേക്ക് പ്രവേശന അനുമതിയില്ല. പതിനഞ്ചാമത്തെ ഗുഹയായ ഘനഗർ ഗുഹ. ഇത് 16ാമത്തെ ഗുഹയായ ഹരിദാസ ഗുഹ. ജഗന്നാഥ ഗുഹ. കൂടുതൽ നാശനഷ്ടങ്ങൾ സംഭവിച്ച ഗുഹകൾ ഇതുപോലെ നെറ്റ് വെച്ച് സംരക്ഷിച്ചിട്ടുണ്ട്. അവസാനത്തെ ഗുഹയായ 18ാമത്തെ ഗുഹ റസൂയി ഗുഹ. ഇത് ഖണ്ഡഗിരി കുന്ന്. 11ാം നൂറ്റാണ്ടിൽ കലിംഗയിലെ സോമവംശി രാജാവിന്റെ കാലത്ത് കൊത്തിയെടുത്തതാണ് ഈ കുന്നിലെ ഗുഹകളിലെ ശില്പങ്ങൾ എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഖണ്ഡഗിരി എന്നാൽ തകർന്ന കുന്ന് എന്നാണ് അർത്ഥമാക്കുന്നത്. ഒഡീഷയിലെ ജൈന സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണിത്. റോഡിന്റെ വലതുഭാഗത്തായി ഉദയഗിരി കുന്നും ഇടതുഭാഗത്തായി ഖണ്ഡഗിരി കുന്നും സ്ഥിതി ചെയ്യുന്നു. ഇത് ഖണ്ഡഗിരിയിലെ 1ാമത്തെ ഗുഹയായ ടറ്റോവ അഥവാ സപ്തഗുഹ. ഈ ഗുഹയുടെ പ്രവേശന കവാടത്തിൽ 2 ദ്വാരപാലകരുടെ രൂപങ്ങളും 2 സിംഹങ്ങളുടെയും 2 കാളകളുടെയും രൂപങ്ങളും ഉൾക്കൊള്ളുന്നു. ഗുഹയുടെ കമാനത്തിന് മുകളിൽ തത്തകളുടെ ചിത്രങ്ങളും കാണാം. 1ാമത്തെ ഗുഹയുടെ എല്ലാ സവിശേഷതകളും ഉൾക്കൊള്ളുന്നൊരു ഗുഹയായതുകൊണ്ട് ഈ ഗുഹയുടെ പേരും ടറ്റോവ ഗുഹ അഥവാ സപ്തഗുഹ എന്നാണ്. 3ാമത്തെ ഗുഹയുടെ പേര് അനന്തഗുഹ. 4ാമത്തെ ഗുഹയായ പെൻഡുലി ഗുഹ.
അഞ്ചാമത്തെ ഗുഹ ഖണ്ഡഗിരി ഗുഹ. ഈ ഗുഹയ്ക്ക് മുകളിൽ ഒരു നില കൂടി നമുക്ക് കാണാൻ സാധിക്കും. ആറ് ധ്യാന ഗുഹ. അവസാനത്തെ ഗുഹയായ ഏഴാമത്തെ ഗുഹ നവമുനി ഗുഹ. ശാസനദേവികളുടെയും ജൈനമതത്തിലെ തീർത്ഥങ്കരന്മാരുടെയും അതിശയകരമായ ശില്പങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഗുഹയായതുകൊണ്ടാണ് ഇതിനെ നവമുനി ഗുഹ എന്ന് വിളിക്കുന്നത്. ശില്പനിർമ്മിതികളുടെ വിശാല ലോകമാണ് ഈ ഇരട്ട ഗുഹകൾ. ഈ ഗുഹകളുടെ ചുവരുകളിൽ നിരവധി ലിഖിതങ്ങളുണ്ട്. പാലി ഭാഷയോട് സാമ്യമുള്ള ബ്രാഹ്മിയാണ് ലിഖിതങ്ങളുടെ ഭാഷ. ഇത് 2-ാം നൂറ്റാണ്ടിൽ ഖരവേല രാജാവിൻ്റെ ഉത്തരവനുസരിച്ച് കൊത്തിയെടുത്തതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ ലിഖിതങ്ങൾ ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന സാമൂഹികവും സാംസ്കാരികവും മതപരവുമായ അവസ്ഥകളെക്കുറിച്ച് സംസാരിക്കുന്നു. ഒഡീഷയുടെ ചരിത്രത്തിൽ ജൈനമതത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നതാണ് ഈ ഗുഹകൾ. ഭുവനേശ്വറിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണിത്. വിനോദസഞ്ചാരികൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഉദയഗിരി ഖണ്ഡഗിരി ഗുഹകൾ.